കുഞ്ചത്തൂർ അടുക്കയിൽ ഓട്ടോ ഡ്രൈവറെ കൊലപ്പെടുത്തി കിണറ്റിൽ തള്ളിയ കേസിലെ പ്രതിയെ പോലീസ് തെളിവെടുപ്പിന് ഹാജരാക്കി. പ്രതി കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തിയും അന്വേഷണ സംഘം കണ്ടെടുത്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. കർണാടക മുൽക്കി കൊളനാട്ട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായിരുന്ന മുഹമ്മദ് ഷെരീഫ് എന്ന 52-കാരനെ കുഞ്ചത്തൂർ അടുക്കളപ്പള്ള മാസ്തിഗുഡയിലെത്തിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആൾമറയില്ലാത്ത കിണറ്റിൽ തള്ളിയ സംഭവത്തിൽ അറസ്റ്റിലായ മംഗളൂരു സൂരത്കൽ കല്ലാപ്പുവിലെ അഭിഷേക് ഷെട്ടി എന്ന 25-കാരനായ പ്രതിയെയാണ് അന്വേഷണ സംഘം സ്ഥലത്തെത്തിച്ച് തെളിവെടുത്തത്. 5 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടിയിട്ടുള്ളത്. തെളിവെടുപ്പിനിടെ പ്രതി കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തിയും പോലീസ് കണ്ടെടുത്തു. മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. സ്കൂൾ ബസ്സിലെ ഡ്രൈവറായ പ്രതി അഭിഷേക് ഷെട്ടി ഇയാളുടെ ബസ്സിന് സൈഡ് കൊടുക്കാത്തതിനെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്നും തന്റെ ജോലി പോയതിലുള്ള വൈരാഗ്യത്തിലുമാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇക്കഴിഞ്ഞ ഏപ്രിൽ 10 സന്ധ്യയോടെയാണ് മാഞ്ഞുമുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കിണറിന് സമീപത്തായി തന്നെ കർണാടക രജിസ്ട്രേഷനിലുള്ള ഓട്ടോറിക്ഷയും കണ്ടെത്തിയിരുന്നു. മാത്രമല്ല, കിണറിനരികിൽ ചോര പറ്റിയ തുണികളും ചെരുപ്പും പേഴ്സും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് കിണറിനുള്ളിൽ മൃതദേഹം കണ്ടത്. പേഴ്സിലെ ഫോട്ടോയും രേഖകളും പരിശോധിച്ചതോടെ ആളാരാണെന്നും വ്യക്തമായി. തുടർന്ന് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം കൊലപാതകം തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതും ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതിയെ പിടികൂടിയതും. മംഗളൂരിൽ നിന്നും മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോ വാടകയ്ക്ക് വിളിച്ചു കൊണ്ടുവന്നാണ് അഭിഷേക് ഷെട്ടി ആളെ കൊലപ്പെടുത്തിയതും പൊട്ടക്കിണറ്റിൽ തള്ളിയതും. അറസ്റ്റിലായ പ്രതി ഇതിനു മുമ്പ് 3 മയക്കുമരുന്ന് കേസ് ഉൾപ്പെടെ 4ഓളം കേസുകളിൽ പ്രതിയായിട്ടുണ്ട്. കാസർഗോഡ് അഡീഷണൽ SP P ബാലകൃഷ്ണൻ നായരുടെ മേൽനോട്ടത്തിൽ DYSP CK സുനിൽകുമാർ, മഞ്ചേശ്വരം ഇൻസ്പെക്ടർ അനൂപ് കുമാർ, SI-മാരായ KG രതീഷ്, K ഉമേഷ്, ബദിയടുക്ക SI രൂപേഷ്, ASI-മാരായ അബ്ദുൾ റാം, മധുസൂദനൻ, രാജേഷ്, സുനിൽ എബ്രഹാം, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പ്രസാദ് പുല്ലൂർ, പ്രമോദ്, ധനേഷ്, ചന്ദ്രകാന്ത്, മഹേഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ആരിഫ്, വന്ദന, പ്രണവ്, അജിത്, കാസർഗോഡ് സൈബർ സെൽ എന്നിവരടങ്ങിയ പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തുന്നത്. ദൃക്സാക്ഷികളോ മറ്റു സൂചനകളോ ഒന്നും തന്നെ ഇല്ലാതിരുന്ന കേസിൽ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രം 200-ലേറെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഈ അന്വേഷണ സംഘം വളരെ വേഗത്തിൽ തന്നെ പ്രതിയെ തിരിച്ചറിഞ്ഞതും പിടികൂടിയതും. ന്യൂസ് ബ്യൂറോ, ഉപ്പള.